ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ വൈജ വീണ്ടും നെടുമ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് വേറൊരു ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറണം, അത് കഴിഞ്ഞ് വേറൊരു വീടെടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറാനൊക്കെ ഇരുന്ന വൈജയുടെ ആങ്ങളമാര് എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നെടുമ്പുരയ്ക്കൽ കൊണ്ടുപോയി വിടാൻ പോകുന്നത്. വൈജയുടെ പ്രതികരണം എന്തായിരിക്കും? അവിടെ നമ്മുടെ അലീനയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? അതോ ഇനി വൈജയാണോ ദരിദ്ര പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക? അപ്പൊ ഏതായാലും ഞാൻ സ്റ്റോറിയിലേക്ക് കടക്കാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ രേവതിക്കുട്ടിയുടെ ആയിരുന്നല്ലോ. അങ്ങനെ ഗ്രേസിയുടെയും മാമച്ചന്റെയും രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് ആദ്യം രേവതിക്കുട്ടിയുടെ അച്ഛനും വന്നു, പിന്നെ കുരിയച്ഛൻ വന്നു. അങ്ങനെ കുരിയച്ഛനെ പരിചയപ്പെടുത്തി, ആരാണ് രേവതിക്കുട്ടിയുടെ അച്ഛനും എന്നൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി. അപ്പൊ ഇതിനിടയില് കുരിയച്ഛൻ പറയുന്നതൊക്കെ കേട്ടിട്ട്, അതായത് കുരിയച്ഛൻ പറയുന്നുണ്ട് ഒരിക്കലും അവള് നിങ്ങളുടെ അടുത്ത് വരില്ല, ഇവരെ വിട്ട് ഒരിക്കലും വരത്തില്ല, കാരണം അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട്, അതിലിരട്ടി അവള് ഇവരെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഏതായാലും ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പിടിച്ചു വലിച്ചൊന്നും അവൾ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല, അവൾ ഇവിടെ എത്രമാത്രം സേഫ് ആണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ സേഫ് ആണ് അവൾ ഈ വീട്ടില്. അവൾക്ക് ഈ വീട്ടില് അവളെ സ്നേഹിക്കാന് അമ്മയുണ്ട്. അവളുടെ ആന്റി ആണ് എങ്കിൽ പോലും അവളുടെ അമ്മയുടെ അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി വളർത്താന് ഇവിടെ ഉള്ളത് ഗ്രേസി ആണല്ലോ. അത് ഞങ്ങൾക്കൊരു വിശ്വാസ. അതുപോലെ തന്നെ മാമച്ചൻ സ്വന്തം അച്ഛനെ പോലെ, അനിയനെ പോലെ, ചേട്ടനെ പോലെ, കൂട്ടുകാരനെ പോലെ എല്ലാം. നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരച്ഛനും അമ്മയും അത് ആ ഒരു ഇതല്ല, കൂട്ടുകാരനും അതുപോലെ സഹോദരിയോ സഹോദരനോ എന്തോ വല്ലാത്തൊരു ആത്മബന്ധമാണ് നിങ്ങളും രേവതിയും തമ്മിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞങ്ങൾ അവളെ ഇവിടുന്ന് കൊണ്ടുപോവില്ല. ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ വന്നല്ലേ, ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് വന്ന് കാണണം, എൻ്റെ മോനെ ഇടയ്ക്കൊന്ന് വന്ന് കാണണം, അത് മാത്രം മതി. ഇപ്പൊ അറിയാലോ, എൻ്റെ മോന്റെ മരുന്നെന്ന് പറയുന്നത് ഇപ്പൊ രേവതിക്കുട്ടി തന്നെയാണ്. അപ്പം അവന്റെ മരുന്നതാ ഈ അലോപ്പതിയും അതുപോലെ തന്നെ പല പല മരുന്നുകളൊക്കെ കഴിച്ചിട്ട് മാറാത്ത ഒരസുഖമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി എന്ന മരുന്ന് കൊണ്ട് എൻ്റെ മോന് മാറിക്കിട്ടിയത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് കാണണം, അവളോട് സംസാരിക്കണം, അത്രമാത്രം ഒരു ഔദാര്യം ചെയ്തു തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മാമച്ചൻ പറഞ്ഞു, അത് ഔദാര്യം ഒന്നും ആയിട്ടൊന്നും കാണണ്ട, അത് നിങ്ങളുടെ അവകാശം തന്നെയാണ്, രേവതിക്കുട്ടീനെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് കാണാം, നിങ്ങൾക്ക് സംസാരിക്കാൻ പോകാന്നൊക്കെ പറയാം. അപ്പൊ രേവതിക്കുട്ടി വീണ്ടും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. വരുന്ന ഉടനെ തന്നെ നമ്മുടെ മാമച്ചൻ പറയുന്നുണ്ട്, രേവതിക്കുട്ടി നിന്റെ അച്ഛനെ നീ കരിക്ക് വെട്ടിയോന്ന് ചോദിക്കുമ്പോഴത്തേക്കും നല്ല ഇളനീരാണ് കേട്ടോ, നല്ല ഇളനീര് കൊണ്ടുവന്നിട്ടുണ്ട്, ഏതായാലും കുറച്ച് തണുപ്പുണ്ട്, ഇത് അച്ഛന് കുടിക്കാതിരിക്കുമല്ലോ, ഇത് നാച്ചുറൽ തണുപ്പല്ലേ അച്ഛൻ ഇതങ്ങ് കുടിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛൻ ആ ഒരു ഇളനീരൊക്കെ വെട്ടിക്കൊടുക്കാൻ കേട്ടോ. ഒരുപാട് സന്തോഷമാവാണ് ആ പുള്ളിക്കാരനും. ഈ ഒരു വയസ്സാങ്കാലത്ത് അല്ലെങ്കിൽ ഈ എന്താ പറയാ, മരണം നാളെ എണ്ണി കാത്തിരിക്കുന്ന ആ ഒരു മനുഷ്യന് അതായത് അത്രയും ദാഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് നമ്മുടെ രേവതി ദാഹം മാറ്റുന്ന ഒരു ജലം തന്നെയാണ്. അപ്പൊ അത്രയ്ക്കും ഒരു പ്രാധാന്യമാണ് രേവതിക്ക് ഉള്ളത്. എന്താ പറയാ, ആ ഒരു പ്രായത്തിലൊക്കെ നമ്മുടെ രേവതിനെ സ്നേഹിച്ചില്ലാത്തതിന്റെ ആയിരിക്കാം ഇപ്പം അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഇവർ ആഹാരമൊക്കെ കഴിക്കുന്നു. അങ്ങനെ കുരിയച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ അലീന എന്ന് പറയുന്ന പെങ്കൊച്ച്, ആ പെങ്കൊച്ചിന്റെ അവിടുത്തെ ആ ചെറുക്കൻ കൊച്ച് ജാമ്യത്തിൽ ഇറങ്ങിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് 100 നവാണ് കേട്ടോ. അലീന ചേച്ചിയുടെ ആങ്ങളെയാ ജാമ്യത്തിൽ ഇറങ്ങി, ഉയ്യോ അത് വലിയൊരു ഭാഗ്യം തന്നെയാ. അലീന ചേച്ചി ഉണ്ടല്ലോ, ആരാന്ന് ഓർത്തിട്ടാ അലീന ചേച്ചി കാരണം ജാമ്യത്തിൽ ഇറങ്ങിയത്. അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങുമായിരുന്നോ? അല്ല, നീ അലീനയെ പറയുമ്പോ 100 നാവാണല്ലോ നിനക്ക് സംസാരിക്കുമ്പോ. അലീന കാരണം എങ്ങനെയാ ജാമ്യത്തിൽ ഇറങ്ങിയത്? അലീന തലനാടിരയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടെന്നൊക്കെ ഞങ്ങൾ കേട്ടു, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നേ. ആ കൊച്ചിന്റെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ചെന്നോ ആ കൊച്ചിനെ കൊല്ലാറാക്കിന്നോ, ഏതായാലും വല്ലാത്ത ധൈര്യം തന്നെ. അതാ ഞാൻ പറഞ്ഞത്, എന്റെ അലീന ചേച്ചിക്ക് വല്ലാത്ത ധൈര്യ. എന്റെ അലീന ചേച്ചി വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. അലീന ചേച്ചിയുടെ പവറാ എനിക്ക് അലീന ചേച്ചി പകർന്നു തന്ന പവർ. എന്നെ ചെറുപ്പം മുതലേ അലീന ചേച്ചിയല്ലേ വളർത്തിയത്, അപ്പൊ ആ പവറും ഈ സീരിയലിലൂടെ ഓടുന്നുണ്ടാവില്ലേ? ഇല്ലേ അച്ഛാ, അത് ശരിയല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ പറഞ്ഞു, അതായത് രേവതിക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, കൊച്ചു പറഞ്ഞത് ശരിയാ, മോള് പറഞ്ഞത് കറക്റ്റാന്ന്. ഇപ്പൊ അച്ഛനും മോളും ഒന്നായേ, നമ്മളിപ്പൊ ആരായി എന്തായി എന്ന് ഗ്രേസി പറഞ്ഞപ്പോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ,
അല്ല അച്ഛൻ എന്റെ കൂടെ നിൽക്കുന്നു, ഞാൻ പറഞ്ഞു ശരിയായോണ്ടല്ലേ അച്ഛൻ എന്റെ കൂടെ നിന്നത്. അല്ല കുരിയച്ഛൻ പറ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാ 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 രേവതിക്കുട്ടി, നീ പറഞ്ഞത് ശരിയാ. ഇനിയിപ്പൊ എന്തേ എന്റെ തല തിന്നാൻ വരല്ലേ? നീ ഇവിടെ ആവശ്യത്തിന് തല തിന്നുന്നുണ്ടല്ലോ മാമച്ചന്റെ ഗ്രേസിയുടെ ഒക്കെ, അത് മതി കേട്ടോ. ഇനി എന്റെ തലയും കൂടെ നീ തിന്നാൻ വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുരിയച്ചൻ ഇങ്ങനെ രണ്ടും തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. എന്നാ പിന്നെ ഞാൻ പോവാട്ടോ മോളെ, ഇനി ഒരു ദിവസം വരാം, എന്നും വിളിക്കണം കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടിയൊക്കെയാണ് അവര് ഇറങ്ങുന്നത്. അങ്ങനെ അച്ഛനെയും അച്ഛനെയും യാത്രയാക്കാനായിട്ട് നമ്മുടെ അലീന മുറ്റത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവരെ വണ്ടിയിൽ കയറ്റി യാത്രയാക്കുന്നു. ഇതിനിടയിൽ കുരിയച്ചൻ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കുരിയച്ചനും അവിടെ നിന്ന് പോവുകയാണ്. ഏതായാലും പിന്നെയും രേവതിക്കുട്ടിയും ഗ്രേസിയും മാമച്ചനും തന്നെ ആവുകയാണ്. ഏതായാലും ആശ്വാസമായി നമ്മുടെ ഗ്രേസിക്കും മാമച്ചനും. ഇനിയിപ്പം രേവതിക്കുട്ടിനെ കൊണ്ടുപോകുന്നുള്ളൊരു പേടി വേണ്ടല്ലോ, കാരണം അവർക്ക് രേവതിക്കുട്ടി അല്ലാതെ വേറെ ആരുമില്ല. ഇപ്പൊ രേവതിക്കുട്ടീനെ ഇനിയിപ്പോ കൊണ്ടുപോയാലോ എന്നൊക്കെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താ പറയാ, രേവതിക്കുട്ടിയുടെ അച്ഛനും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും സമാധാനമായി, ആശ്വാസമായി. സത്യത്തിൽ നേരെ ശ്വാസം ഇടുന്നവര് പോയേ പിന്നെ കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലേക്കേ നമ്മുടെ ആങ്ങളമാര് ചെല്ലാണ്, വൈജയുടെ ആങ്ങളമാര്. പൊന്നോമനെ ഒരേ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക, പറഞ്ഞ് തയ്യാറാക്കിയ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ അതിന്, ഒരു ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടാണ് ആങ്ങളമാർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. തക്ക സമയത്ത് നീ ഇത് പറയണം, തക്ക സമയത്ത് ഞാൻ ഇത് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തിരക്കഥ പോലെ തയ്യാറാക്കി വെച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ വൈജ ഡിസ്ചാർജിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ബില്ലൊക്കെ അടച്ച് ഡിസ്ചാർജ് ഒക്കെ ആകാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ താക്കോലൊക്കെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. പുതിയ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ആ ഒരു താക്കോല് കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു താക്കോൽ ഇങ്ങനെ മുറുകെ പിടിച്ച് ഇങ്ങനെ ആ ഒരു എന്താ പറയാ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് അതേ പൊന്നാങ്ങളമാര് വരിക. അപ്പൊ പൊന്നാങ്ങളമാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ വൈജ നോക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും വന്നല്ലോ, അല്ല ഇത്രയും ദിവസം നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു? ഡിസ്ചാർജ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പോന്നതാണോ? അതെ, ഇനിയിപ്പം ബില്ല് അടയ്ക്കണം എന്നൊക്കെ ഓർത്തിട്ടാണോ ഡിസ്ചാർജ് ആയി ലാസ്റ്റ് അവസാന നിമിഷം വന്നതെന്നൊക്കെ ചോദിച്ചപ്പോ എന്റെ പൊന്നു വൈജ നീ നിന്റെ വായ അടക്കി വെക്കും. അതെ, ഞങ്ങള് വന്നത് നിന്നെ കൊണ്ടുപോകാനാ. എന്നെ കൊണ്ടുപോകാനോ? ഏതായാലും നീ ഇവിടെ നിന്ന് ഇറങ്ങുകയല്ലേ, നീ അങ്ങനെ വെറുതെക്കാരിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ ആങ്ങളമാരായിട്ടേ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്, പിന്നെ ഒരാൾ അങ്ങ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നീ വെറുതെക്കാരിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവണ്ട. ഏതായാലും സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നെടുമ്പുരയ്ക്കൽ തറവാട് കാണിക്കുന്നുണ്ട്. വൈജ ഇന്ന് അവിടെ എത്തും എന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാം. മനു വന്ന് പറഞ്ഞായിരുന്നല്ലോ വൈജ അങ്ങോട്ടേക്ക് തന്നെയാ വരാൻ പോകുന്നതെന്ന്. അതിന്റെ ഒരു പേടിയിലും പരിഭ്രമത്തിലും ഒക്കെയാണ് അലീന. ഇനി ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ നടത്തുന്നുണ്ട് അലീന. വൈജ വന്നു കഴിയുമ്പോൾ എന്താവും അറിയില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ എന്ത് പറ്റി അലീന ചേച്ചിക്ക് അമ്മ വരുന്നോണ്ട് പേടിയുണ്ടോന്ന് ചോദിച്ചപ്പോ എന്ത് പേടി, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ നിന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യം ഓർക്കുമ്പോഴത്തേക്കും സങ്കടം വരിക. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെയാ യുദ്ധം നടക്കുന്നതെന്ന് അറിയില്ലോ, എന്ത് നേരിടാൻ തയ്യാറായിട്ടാ മോളെ ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ നിന്റെ അച്ഛന്റെ കാര്യം അറിയാലോ, നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ, എക്സ്ട്രീം ലെവലാ വാശി രണ്ടുപേരുടെ നടുക്ക് നമ്മൾ 3 മക്കളെ ഇവിടെ കിടന്ന് ഒരുപാട്, 3 മക്കളല്ല സോറി 4 മക്കൾ ഇവിടെ കിടന്ന് ഒരുപാട് ഉരുകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ രേവതി ചേച്ചി പേടിക്കൊന്നും വേണ്ടെന്നേ. രേവതി ചേച്ചി അല്ലല്ലോ സോറി അലീന, പേര് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം അലീന ചേച്ചി പേടിക്കൊന്നും വേണ്ടെന്നേ. അലീന ചേച്ചി എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കൂടെ അച്ഛൻ സ്ട്രോങ് ആയിട്ടില്ലേ, അപ്പൊ പേടിക്കൊന്നും വേണ്ട. അമ്മേനെ ഒതുക്കാൻ നമുക്ക് പറ്റും, നോക്കിക്കോ. പേട്ട് ബബിത ചേച്ചീനെയും പിന്നെ ഇപ്പം രോഹിതേട്ടന്റെ കാര്യം പറയണ്ട, ബബിതയും കൂടെ നമ്മുടെ കൂടെ നിൽക്കായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് അമ്മേനെ തളയ്ക്കായിരുന്നു. എന്താ നിന്നെ അമ്മേനെ തളയ്ക്കാനായിട്ട് നിന്റെ അമ്മ എന്താ ആനയോ? ആനയ്ക്ക് മതം പൊട്ടിയാലേ അതിനെ എങ്ങനെയെങ്കിലും തളയ്ക്കാം. പക്ഷെ എന്റെ അമ്മയ്ക്ക് മതം കഴിഞ്ഞാലേ തളയ്ക്കാനേ ഒരുപാട് പാടാ അലീന ചേച്ചി. അത് അലീന ചേച്ചിക്ക് അറിയാലോ. അറിയാം നിന്റെ അമ്മ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതാ പറഞ്ഞത്. ഏതായാലും അമ്മ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു വലിയ ബോംബ് സ്ഫോടനം നടക്കും. ആ ബോംബ് സ്ഫോടനം കഴിയുമ്പോൾ കുറെ തീയും പുകയും ഒക്കെ ഉണ്ടാകും. ഈ പുകയും തീയും ഒക്കെ അങ്ങോട്ട് പതുക്കെ കെട്ടണങ്ങി പൊക്കോളുന്നേ. അത് കഴിയുമ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല. ആ ഒരു സമയത്തെ പൊട്ടലും ചീറ്റലും മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. പിന്നെ അച്ഛനെ നമുക്ക് എങ്ങനെയെങ്കിലും തളയ്ക്കാം. എന്റെ അമ്മയെ തളയ്ക്കാനാണല്ലോ പാട്, അച്ഛനെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് നിർത്താലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്ലാനിങ്ങും ഒക്കെയാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനു നേരെ വിളിക്കുകയാണ് വൈജനെ. അങ്ങനെ ഫോൺ എടുത്ത് മനു വിളിച്ചിട്ട് അതെ ആന്റി ഡിസ്ചാർജ് ആയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡിസ്ചാർജ് ആയടാ. അല്ല എങ്ങോട്ടേക്കാ ഇനിയിപ്പോ പോകുന്നത്? അത് പിന്നെ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് ചോദിച്ചാല് പോ ദേ
ഇപ്പൊ ആന്റി പോകാൻ പോകുന്നത് പറ്റിയ സ്ഥലത്തേക്ക് തന്നെയാ, ആന്റിക്ക് അർഹതപ്പെട്ട സ്ഥലത്തേക്കാ ആന്റി പോകുന്നത്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് പറയാനാ ആന്റി? ആന്റി ഓൾ ദ ബെസ്റ്റ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോകുന്ന സ്ഥലത്ത് ആന്റി പിടിച്ചു നിൽക്കണം, അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. കാരണം വേറൊന്നും അല്ലാട്ടോ, ദേ ആന്റി അങ്ങനെ ഇറങ്ങി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആന്റി പോകുന്നോടം സ്വർഗലോകമാണെന്ന് കരുതിക്കണം. ആന്റി പോകുന്നോടം സ്വർഗലോകം തന്നെയാണെന്നേ. ആന്റി ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങനെ കുറെ സംഭാഷണമൊക്കെ നടത്തിയിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ വൈജ ആണെങ്കിൽ ഇതെന്തു പറ്റി ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്താ ശിവേട്ടായി, മനു എന്നെ വിളിച്ചിട്ട് എങ്ങോട്ടേക്കാ പോകുന്നത്, പോകുന്ന സ്ഥലം നല്ലതാണ് എന്നൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ സത്യത്തിൽ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? അത് പിന്നെ വേറെ എങ്ങോട്ടേക്കാടി? നീ നിന്റെ വീട്ടിലേക്ക്. എന്റെ വീടോ? എവിടെ? കൈതക്കിലേക്കോ? അതിന്റെ കാര്യമൊന്നുമില്ല. കൈതക്കലേക്കല്ല, നമ്മൾ പോകാൻ പോകുന്നത് നിന്റെ കെട്ടിയവനും നിന്റെ മക്കളുമുള്ള നെടുമ്പുരക്കിലേക്കാണ്. ഇത് കേട്ടതും വായിച്ചു ഒന്ന് ഞെട്ടിക്കേട്ടോ. നെടുമ്പുരക്കിലേക്കോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടുന്ന് പടിയിറങ്ങിയപ്പോ ഞാൻ പറഞ്ഞ വാക്കുണ്ട്, അലീന എന്ന് പറയുന്ന പുഴുത്തുനാറിയ ശവം അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ലെന്ന്. ഞാനേ അവിടെ പോകത്തില്ല. ഞാനിപ്പോ ഒരു വീടെടുത്തിരിക്കുന്നതേ, ഇത്ര റിസ്ക് എടുത്തൊരു വീടെടുത്തത് എന്തിനാണെന്നറിയാമോ? എനിക്ക് ഒറ്റയ്ക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പോയി താമസിക്കാനാ. കണ്ട പെണ്ണുങ്ങൾ വലിഞ്ഞു കയറി വരുന്ന സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ മനസ്സില്ല. സ്വന്തം ഭർത്താവ് ഏതോ ഒരുത്തിനെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്ന് അധികാരമെല്ലാം അവളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവിടെ പോയി അടിമയെ പോലെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല. എന്റെ മക്കള് വന്നില്ലെങ്കിലും ഞാന് ആ വീട്ടിൽ പോവില്ല. ഞാന് എന്റെ പുതിയ വീട്ടിലേ പോകത്തുള്ളൂ. അവിടുത്തെ താക്കോലൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ അഡ്വാൻസ് ഒക്കെ കൊടുത്താ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. ശിവേട്ടാ, കെങ്ങേട്ടാ, ദേ നിങ്ങൾ എന്നെ വലിച്ച് നിർബന്ധിച്ച് ഇനിയിപ്പം നെടുപുരക്കിലേക്ക് കൊണ്ടുപോകാനൊന്നും നോക്കിയേക്കരുത്. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ അടങ്ങിയിരിക്കരുത്. അവിടെ നിന്നോട് ആരടി പറഞ്ഞത്? നിന്നോട് ആരാ പറഞ്ഞ വേറൊരു വീട് എടുക്കാനായിട്ട്? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ ഇത് നെടുമ്പുരക്കിലേക്ക് തന്നെയാണ് ഈ വണ്ടി വിടാൻ പോകുന്നത്. ഈ വണ്ടി ഓടിക്കുന്നതേ വൈജയല്ല, ഇപ്പൊ ഞാനാ വണ്ടി ഓടിക്കുന്നത്. ഈ വണ്ടി നെടുമ്പുരക്കൽ വീട്ടിൽ ചെന്ന് നിൽക്കും. എന്ത് പൊട്ടത്തര വൈജയ നീ വിളിച്ചു പറയുന്നത്? സ്വന്തമായിട്ട് ഒരു വീട് അവിടെ കിടക്കുമ്പോ നിനക്ക് കണ്ടവന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല കൈതക്കൽ ശിവശങ്കരല്ല സോറി, കുഞ്ഞിരാമ മേനോന്റെ മോളെ കണ്ട വീടുകളിലൂടെ കെണ്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അന്തസ്സും അഭിമാനമായിട്ട് നിന്നെ കെട്ടിച്ചു വിട്ടെടുത്ത് നിനക്ക് പോയി കിടക്കാലോ. അത് മതി. അല്ലാതെ ഒരുത്തി അവിടെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് നീയേ വേറൊരു സ്ഥലത്ത് വലിഞ്ഞു കയറി പോയി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഗംഗേട്ടായി പറയുന്നത്? എന്റെ അഭിമാനത്തെ നിങ്ങൾ വ്രണപ്പെടുത്തരുത്. എനിക്കൊരു അഭിമാനമുണ്ട്. എന്താ അഭിമാനമാടി നിനക്കുള്ളത്? നിന്റെ അഭിമാനത്തെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. കഴിഞ്ഞ 10-22 കൊല്ലം മുമ്പ് നടന്ന കഥയൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഞാൻ പറഞ്ഞോ? 10-22 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് ഇങ്ങനെ ഒരു വിവാഹം നടത്തണമെന്ന്? എനിക്ക് ഇങ്ങനെ ഒരു വിവാഹം വേണമെന്ന് ഞാൻ നിർബന്ധിച്ചായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളല്ലേ ഇങ്ങനെ ഒരു വിവാഹം നടത്താന് മുൻകരുതി ഇറങ്ങിയതും മുന്നിട്ട് നിന്നതുമൊക്കെ. എന്നിട്ട് എന്റെ തലയെ കൊണ്ടുവയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് നെടുമ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് പോകണ്ട. അതെനിക്ക് പറ്റില്ല. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പടി കുത്തിയാൽ വൈജ അല്ലാണ്ടാവും. വൈജ ഇപ്പം വൈജ അല്ലാണ്ടായിരുന്നോന്നേ. പുനർജന്മമാണെന്ന് കൂട്ടിക്കോ. ദൈവം തന്നെ പുനർജന്മം. വൈജേ, നീ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീ ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ബാലചന്ദ്രൻ എല്ലാം അറിയുന്നൊരു ദിവസം ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം വരുവാണെങ്കിലേ ഈ വൈജയുണ്ടല്ലോ കെട്ടിത്തൂങ്ങി ചാകും. അപ്പോഴത്തേക്കും നമ്മുടെ ശിവനും ഗംഗാധരനും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഈശ്വര, നമ്മുടെ ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഈ പൂന്തു വിളയാടുന്നത്. ഏതായാലും രണ്ടും കൽപ്പിച്ച് ആങ്ങളമാര് പെങ്ങളെ പിടിച്ച പടി പൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നത് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തന്നെയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വൈജയുടെ ആകപ്പാടെ ഒരു മാറ്റവും പരിഭ്രമവും ചമ്മലും വെളുത്തൊരു മുഖവും ഒക്കെ ഉണ്ട്. അലീനയുടെ മുമ്പിൽ നിശ്ചലമായിട്ട് നിൽക്കുന്ന 2 കണ്ണുകളുണ്ട്. അതുപോലെ എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ വൈജയ്ക്ക് അലീനയുടെ മുമ്പിൽ നേരിടേണ്ടി വരുന്നത്. എന്തോ വട്ടം തെറ്റി നടക്കുന്ന എന്താ പറയാ, പട്ടത്തിന്റെ നൂല് പൊട്ടി നടക്കുന്ന ഒരു പട്ടം പോലെ. അതായത് പട്ടം ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ എങ്ങോട്ടാ ഏതോ ദിശയിലേക്ക് പോകുന്ന, എവിടെയാന്ന് പോലും അറിയത്തില്ലാത്ത ഒരാളെ പോലെയാണ് നമ്മുടെ വൈജ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തല കറങ്ങി കിറങ്ങിയിരിക്കുന്നത്. എങ്കിലും വൈജ തോറ്റു കൊടുക്കത്തില്ല. നമ്മുടെ അലീനയെ കാണുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഹിപ്പപ്പൊട്ടാമസിനെ പോലെ പെരുകി വീർത്ത് കണ്ണൊക്കെ നിശ്ചലമായിട്ട് ഒരു കൃഷ്ണമണി പോലും ചലിക്കാതെ ദഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. തുടങ്ങുകയാണ് നമ്മുടെ വൈജ ഇനിയിപ്പം നമ്മുടെ അലീനയുടെ അടുത്ത്
അയ്യോ കല്യങ്കാട്ട് നീലി തോറ്റുപോകും, അല്ലെങ്കിൽ നാഗവല്ലി തോറ്റുപോകും, ഭൂതന തോറ്റുപോകുന്നേ കൂട്ട് സാധനങ്ങളൊക്കെയാണ് ഇനി നമ്മുടെ അലീനയുടെ ഫ്രണ്ടിലേക്ക് വൈജ കൊണ്ടുപോയി അങ്ങോട്ട് കോരി തള്ളാൻ പോകുന്നത്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന നമ്മുടെ അലീനയെ നമുക്ക് കാണാം. അത് മാത്രല്ല കേട്ടോ, നമ്മുടെ വൈജനെ കൂത്തിക്കാനുള്ള കലിയും നമുക്ക് തോന്നും. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ഇടുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കും അതിനോടൊപ്പം ലൈക്ക് ചെയ്യുന്നവർക്കും ഹൈപ്പ് ചെയ്യുന്നവർക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് സമ്മാനമായിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പം കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും. ഒരാഴ്ചയിൽ ഇത്ര കമന്റ് നമുക്ക് കാണും, അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടായിരിക്കും നമ്മൾ അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക. ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും അറിയാൻ മതി കേട്ടോ. ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ഒരു കൂടുതലും നമുക്ക് നമ്മുടെ വീഡിയോസിൽ ലേഡീസ് ഒക്കെയാണ് കാണുന്നത്. ലേഡീസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ഗിഫ്റ്റ്, അതുപോലെ ഇനിയിപ്പം ജെൻസ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ആരെയും നിരാശപ്പെടുത്തില്ല കേട്ടോ. അപ്പൊ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിപ്പോ പോസിറ്റീവ് കമന്റ് ഇട്ടാലും നെഗറ്റീവ് കമന്റ് ഇട്ടാലും കമന്റ് ഇടുന്ന എല്ലാവരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും കേട്ടോ. അതിനോടൊപ്പം തന്നെ അവർ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം, ലൈക്ക് ചെയ്തിരിക്കണം, ഹൈപ്പും ചെയ്തിരിക്കണം. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.